പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ മരിച്ചു പോയി എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഡെഡ് ബോഡി കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നു. ഓരോരുത്തരും നിങ്ങളെ കണ്ടതിന് ശേഷം അവര് തിരിച്ചു പോകാൻ പോകുമ്പോഴായിരിക്കും അവര് ഒരുപാട് നാൾ കാണാത്ത അവരുടെ പരിചയക്കാരെയൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത്. ആദ്യം അവര് നിങ്ങളെപ്പറ്റി ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, എന്ത് നല്ല വ്യക്തിയായിരുന്നു എന്നൊക്കെ. അതിനുശേഷം പതുക്കെ പതുക്കെ അവര് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് അവര് നിങ്ങളെ മറന്നു പോകാൻ തുടങ്ങും. ഇനി നിങ്ങളെ പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കുറച്ച് അകന്ന ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അവര് നിങ്ങളെ കണ്ട് വീടെത്തി കഴിയുമ്പോൾ തന്നെ അവര് നിങ്ങളെ മറന്നിട്ടുണ്ടാവാം. അവരവരുടെ നോർമൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഇനി നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബക്കാരായിക്കോട്ടെ, 1 മാസം മുതൽ 3 മാസം വരെ അത് കഴിയുമ്പോൾ അവര് നിങ്ങളെ മറക്കുകയും പിന്നെ അവരവരുടെ നോർമൽ ലൈഫിലേക്ക് പോവുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ലവറോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ ആണെങ്കിൽ കൂടി വന്ന 6 മാസം. അതിനുശേഷം അവരെപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവർ പിന്നെ അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകും. പിന്നെ ആൾക്കാർ നിങ്ങൾ ഓർക്കും എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ആ ചടങ്ങിന്റെ സമയത്ത് ആൾക്കാർ നിങ്ങൾ ഓർക്കും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളെ പറ്റി സംസാരിക്കും. അത്രേ ഉള്ളൂ. നിങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ കൂടി വന്ന ഒരു 6 മാസം. അതിനുള്ളിൽ ആൾക്കാരെല്ലാവരും നിങ്ങളെ മറക്കാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞ 6 മാസം പോലും ഒന്നും എടുക്കില്ല. 1 മാസം മുതൽ 3 മാസത്തിനുള്ളിൽ തന്നെ ആൾക്കാർ അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകാൻ തുടങ്ങും. നിങ്ങളെ പറ്റിയുള്ള സംസാരം കുറയാൻ തുടങ്ങും. പതുക്കെ പതുക്കെ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഇല്ലാതെ ആകാനും തുടങ്ങും. ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള നമ്മൾ ഓരോരുത്തരുമാണ് നാട്ടുകാരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, അവരെന്നെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ, അവരെന്നെയാ നോക്കിക്കൊണ്ടിരിക്കുന്നേ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ജീവിക്കാതെ തീർക്കുന്നത്. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ചിലപ്പോൾ പല ആൾക്കാരുടെയും വിശ്വാസം പലതായിരിക്കും. ചിലപ്പോൾ കുറെ ആൾക്കാർ മുൻ ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ജന്മം കഴിഞ്ഞിട്ട് ഇനിയും അടുത്തൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എന്ത് കാര്യം വിശ്വസിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ മുൻ ജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മുമ്പത്തെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ആർക്കും ഓർമ്മയില്ലല്ലോ നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന്. അല്ലെങ്കിൽ ഇനി നമ്മൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, എന്തായിരുന്നു നമുക്ക് ഓർമ്മയില്ല. ജനിച്ച് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ഇനി എവിടെ ആയിരിക്കും എന്നുള്ള കാര്യവും നമുക്കറിയില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓർമ്മയുള്ള ഏക കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ആകെയുള്ള ഈ ഒരു ജീവിതം നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച് തീർത്തില്ലെങ്കിൽ ഒരുപാട് കഴിയുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് വരും. ഒരുപാട് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ വരാൻ പോകുന്നത്, ഞാൻ എന്റെ ലൈഫ് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയില്ല, ഞാൻ നാട്ടുകാരെ പേടിച്ചു, മറ്റുള്ളവർ എന്ത് പറയുന്നു പേടിച്ച് ഞാൻ ജീവിതം പലതും മാറ്റിവെച്ചു. അവസാനം നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് റിഗ്രറ്റ് മാത്രമായിരിക്കും. ആൻഡ് ആ റിഗ്രറ്റ് ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ വലുതായിരിക്കും. ബിക്കോസ് നമുക്ക് പിന്നെ ഒരിക്കലും പുറകോട്ട് പോയി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇപ്പോൾ ഉള്ള ജീവിതം നാട്ടുകാരെ പേടിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നതും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റിയാണ്. അതെ, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് വി ആർ സോഷ്യൽ ആനിമൽസ്. നമുക്ക് മറ്റുള്ള ആൾക്കാരെ വേണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഒരു ജോലി വേണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കാര്യത്തിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാരോട് ഒരു പേടിയില്ലാതെ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഫ്രീ ആയിട്ട് ആൾക്കാരോട് സംസാരിക്കാം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സന്തോഷവും കൂടും, നമ്മൾ ലോകത്തെ കാണുന്ന രീതി മാറും, നമ്മൾ മനസ്സിലാക്കും ദ വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഞാൻ പേടിച്ചിരിക്കേണ്ട ഒരാളല്ല, ലോകത്തെ മുഴുവനായിട്ട് അറിയേണ്ട, ലോകം മുഴുവൻ കണ്ട് ഈ ലോകത്ത് നിന്ന് വിടേണ്ട ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പേടിയും കൂടാതെ വളരെ ഫ്രീ ആയിട്ട് ആരോടും എപ്പോ വേണമെങ്കിലും എന്തും സംസാരിക്കാനുള്ള ധൈര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ട 2 കാര്യങ്ങളുണ്ട്: പേടി, പിന്നെ നാണം. ഈ പേടിയും നാണവും നമ്മൾ എങ്ങനെ മാറ്റും, അതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ ഇത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ 4ാമത്തെ ഭാഗമാണ്. നിങ്ങൾ 1ഉം 2ഉം 3ഉം കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അത് കാണുക. അപ്പൊ നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലാകും. കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എല്ലാ വീഡിയോയും നിങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞതെല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റം ചെറുതൊന്നായിരിക്കില്ല. എന്തായാലും ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. പക്ഷെ ആ കോട്ട് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. നിങ്ങളുടെ പേടി, നാണം ഇതെല്ലാം മാറാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് നിങ്ങൾ പെട്ടെന്ന് അറിയാതെ എവിടെയെങ്കിലും തെന്നി വീണു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ ചുറ്റും നോക്കിയപ്പോൾ അധികം ആരും ഇല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഭാഗ്യം, ആരും കണ്ടില്ല.
അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്രൗഡിലൂടെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു കല്യാണ പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബർത്ത്ഡേ പരിപാടി ആയിക്കോട്ടെ, എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ജോബ് മീറ്റിംഗ് ആയിക്കോട്ടെ, അവിടെ പോകുന്ന സമയത്ത് കുറെ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, അയ്യോ അയാൾ എന്നെയാണ് നോക്കുന്നത്, അവർ നിങ്ങളെ നോക്കി എന്തെങ്കിലും പറഞ്ഞു ചിരിക്കുമ്പോൾ അയ്യോ അവരെന്നെ പറ്റി എന്തോ പറഞ്ഞു ചിരിക്കുകയാണ്, ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ശരിയല്ലേ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന നിൽപ്പ് ശരിയല്ലേ, ഇങ്ങനെ എന്തെങ്കിലും തോട്ട്സ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഈസ് സംതിങ് കോൾഡ് സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ്. ഈ സ്പോട്ട് ലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും. അതായത് ഈ ലോകത്തുള്ള ഏകദേശം എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് അവർ എന്നെയാണ് നോക്കുന്നത്, അവർ എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്, അല്ല ഞാൻ ഇങ്ങനെ ചെയ്താൽ അവർ അങ്ങനെ വിചാരിക്കും എന്നാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത്. അതിനൊരു അർത്ഥമുണ്ട്, പറഞ്ഞുതരാം. ഇത് പറഞ്ഞു തരുന്നതിന് മുമ്പ് കുട്ടികൾ ചിന്തിക്കുന്ന രീതിയെ പറ്റി ഞാനൊരു കാര്യം പറയാം. കുട്ടികൾ ഒരുപാട് വാശി പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സമയത്ത് മാതാപിതാക്കൾ ലോജിക്കായിട്ട് പറഞ്ഞു കൊടുക്കും, ഇപ്പൊ നമ്മുടെ ഈ കാശില്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, കഷ്ടപ്പാടായതുകൊണ്ടല്ലേ എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവാറില്ല. കുട്ടികൾ ചിലപ്പോൾ ഒന്നുകൂടി വാശി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വീട്ടുകാർക്ക് ദേഷ്യം വരും, എത്ര പറഞ്ഞിട്ട് എന്താ കുട്ടിക്ക് മനസ്സിലാവാതെ? കുട്ടികൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്, ഇറ്റ്സ് സംതിങ് ലൈക്ക് ഈഗോ സെൻട്രിക് തിങ്കിങ് എന്ന് പറയും. അതായത് കുട്ടികൾ ചിന്തിക്കുന്നത് ഈ ലോകം മുഴുവൻ അവരെയാണ് നോക്കുന്നത്, ഈ ലോകം മുഴുവൻ അവരെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, അവർക്ക് അവരുടെ തോട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ, അവരുടെ ആവശ്യം മാത്രം അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. വേറെ ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, വേറെ ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, വേറെ ആൾക്കാർക്ക് ഹേർട്ട് ആയോ, ഇതൊന്നും കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റില്ല. ആൻഡ് അതൊരു തെറ്റല്ല, കാരണം കുട്ടി ആയിരിക്കുന്ന സമയത്ത് അത് അങ്ങനെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കുട്ടികൾ വളരും തോറും അവർക്ക് മനസ്സിലാകാൻ തുടങ്ങും വേറെ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയും ഞാൻ ചിന്തിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരുപാട് ആൾക്കാരും ആ കുട്ടിയായിരിക്കുന്ന സ്റ്റേജിൽ സ്റ്റക്കായി പോവാറുണ്ട്. അതായത് ആ ഈഗോ സെൻട്രിക് തോട്ട് നമുക്ക് എപ്പോഴും ഉണ്ട്. ഈഗോ സെൻട്രിക് തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി, ലോകം മുഴുവന്റെ ഈ ഫോക്കസ് എന്റെ അടുത്തേക്കാണ്, എല്ലാവരും എന്നെ പറ്റിയാണ് പറയുന്നത്, എല്ലാവരും എന്നെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്ന രീതിയിലൂടെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ചിന്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഈ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥ. കണ്ണടച്ചു കഴിയുമ്പോൾ നമുക്കത് ഇരുട്ടാണ്, പക്ഷെ ശരിക്കും ഇരുട്ടല്ലല്ലോ. ഇവിടെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ്, എന്താണ് ഈഗോ സെൻട്രിക് തിങ്കിങ്. ഈ രണ്ട് സാധനവുമാണ് നമുക്ക് പലപ്പോഴും പ്രശ്നം തരുന്നത്, പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സെറ്റിംഗിലേക്ക് വരുമ്പോൾ. ഫസ്റ്റ് തിങ് സ്പോട്ട് ലൈറ്റ് ഇഫക്ട്. സ്പോട്ട് ലൈറ്റ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർ നമ്മളെ നോക്കുകയാണ്, നമ്മളുടെ ഡ്രസ്സ് നോക്കുകയാണ്, അവർ നമ്മളെ പറ്റി ചിന്തിക്കുവാണ്. ഇനി ഒരു സ്റ്റേജിൽ പോയി നിൽക്കുമ്പോഴും അയ്യോ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ പല പേടികളുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ടാലന്റ് പുറത്ത് കാണിക്കാറില്ല. ചില ആൾക്കാർക്ക് നല്ലവണ്ണം സംസാരിക്കാനുള്ള കഴിവുണ്ട്, ചില ആൾക്കാർക്ക് നല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ട്, ചില ആൾക്കാർക്ക് ഒരുപാട് പലതരം കഴിവുകൾ ഉണ്ടെങ്കിലും ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് പേടി കാരണം അവർ മാറ്റിവെക്കും. പല സമയത്തും ജോബിൽ ഒരു മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പ്രസന്റേഷൻ ആയിക്കൊള്ളട്ടെ, ഇതുവരെ ആൾക്കാർക്ക് പേടിയാണ്. കാരണം വേറെ ആൾക്കാർ എന്നെ നോക്കും, ഞാൻ പറയുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവരെന്നെ കളിയാക്കും എന്നുള്ള ചിന്തയാണ്. ഇതാണ് ഈഗോ സെൻട്രിക് തോട്ട്സ്. അതായത് ബാക്കിയുള്ള ആൾക്കാർ എന്നെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ള ആൾക്കാർ എപ്പോഴും എന്നെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്പോട്ട് ലൈറ്റ്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് ഏകദേശം ഈ രീതിയിലാണ്. അതായത് എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് അയാൾ എന്നെയാണ് നോക്കുന്നത്, അയാൾ എന്നെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അയാൾ എന്നെ പറയും, അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. വിച്ച് മീൻസ് എവ്രിബഡി ഈസ് തിങ്കിങ് ദാറ്റ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ തോട്ട്സ് വായിക്കാൻ പറ്റില്ല. ആൻഡ് ബാക്കിയുള്ള ആൾക്കാരുടെ മെയിൻ ഫോക്കസ് നിങ്ങളല്ല, അവരുടെ ഫോക്കസ് അവര് മാത്രമാണ്. നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പ് അവരെടുത്ത് ഉടുപ്പ് ഏതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവരെങ്ങനെയാണ് നിന്നത്, അവരെന്ത് സ്റ്റൈലാണ് നിങ്ങളോട് സംസാരിച്ചതെന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ? അൺലെസ് ഓർക്കാൻ വേണ്ടി ഓർക്കാതെ നിങ്ങൾ എപ്പോഴും അതിനെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും അമളി എന്തെങ്കിലും നിങ്ങൾ എപ്പോഴും ഓർത്തിട്ട് അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അയ്യോ അയാൾ അങ്ങനെ പറഞ്ഞല്ലോ, അയാൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അതോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളെ പറ്റിയാണോ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള പരിചയമുള്ള ആൾക്കാർക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും ചിന്തിച്ചിരിക്കാനൊന്നും സാധ്യത കുറവാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പോകുന്നത് നിങ്ങളെ പറ്റിയാണ്, നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളെ പറ്റിയായിരിക്കും. അത് നിങ്ങൾ മറക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടോ? ഒരു 2 ആഴ്ച മുമ്പ് നിങ്ങൾ കണ്ട എല്ലാ ആൾക്കാരും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തിന് 2 ആഴ്ച? ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ട ആൾക്കാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് ദേ ആർ നോട്ട് ഇമ്പോർട്ടന്റ് ടു യു, ബട്ട് യു വിൽ റിമെമ്പർ. ഇന്നലെ നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. അത്രേ ഉള്ളൂ. ആക്ച്വലി എല്ലാ മനുഷ്യരും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കുന്നത്. ആരും വേറെ ആൾക്കാരെ നോക്കി അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല കോൺസ്റ്റന്റ് ആയിട്ട്. എല്ലാവരും അവരുടെ തലയിൽ അവരെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആൾക്കാർ എന്ത് ചിന്തിക്കും, വേറെ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനുള്ള തിരക്കിലാണ് പല ആൾക്കാരും. സോ അണ്ടർസ്റ്റാൻഡ്, ഈ തോട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, ജസ്റ്റ് കേട്ടാ പോരാ, ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം.
ഇത് ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഷുഡ് ഗോ ഇൻസൈഡ് യു. ഇത് ചിന്തിച്ച് നിങ്ങൾ ഇതിന്റെ മീനിങ് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈ ലോകത്ത് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവരെല്ലാവരും ബിസിയാണ്, അവരവരുടെ കാര്യത്തിൽ ബിസിയാണ്, എല്ലാവരും അവരെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എല്ലാവരുടെയും ചിന്ത വേറെ ആൾക്കാർ ജഡ്ജ് ചെയ്യും എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിന്തയിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ആൻഡ് പുറത്ത് ചാടണമെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് വെരി വെൽ. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ പബ്ലിക് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് ഒരാൾ അവിടെ തെന്നി വീണു എന്ന് വിചാരിക്കുക. തെന്നി വീണ ആളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യോ? അവിടെ കണ്ടു നിൽക്കുന്ന എല്ലാ ആൾക്കാരും അവരെ മനസ്സിൽ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ തമാശയായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുമോ? അതോ മിക്ക കാണുന്ന ആൾക്കാർക്കും ഒരു സിമ്പതിയാണോ തോന്നുക? അയ്യോ പാവം വീണു. ചില ആൾക്കാര് അവരെ പോയി എടുത്ത് എഴുന്നേൽപ്പിക്കാൻ നോക്കും, അല്ലെ? അവിടെ ആരും അയാളെ ജഡ്ജ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ അയാൾ വീണത് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു 2 മിനിറ്റ് പോലും ഇല്ലാതെ തന്നെ നിങ്ങളത് മറന്നുപോകും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും, നിങ്ങൾ നിങ്ങളുടെ തിരക്കിലേക്ക് പോകും. പിന്നെ നിങ്ങളത് ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ? അയ്യോ അയാൾ വീണല്ലോ, അയാൾ വീണ് നാണക്കേടായല്ലോ. അങ്ങനെ നിങ്ങൾ ഓർക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഇമ്പോർട്ടന്റ് ടു യു. നിങ്ങൾ ജസ്റ്റ് കണ്ടു, നിങ്ങൾ പോയി, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ലൈഫായിട്ട് ബിസി ആയി. എന്നാ ആ വീണ ആളുടെ അവസ്ഥ എന്തായിരിക്കും? ആ വീണ ആളുടെ ആ ഫുൾ ഡേ പോയിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് ഒരു ദിവസമല്ല, ചിലപ്പോൾ കുറെ ദിവസങ്ങൾ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അയ്യോ നാണക്കേടായല്ലോ, എല്ലാവരും കണ്ടല്ലോ, അവരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ഇനി നിങ്ങൾ ചിന്തിക്കുക, അവരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? അവരെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ? നിങ്ങളാണ് വീണിരുന്നെങ്കിൽ, ചുറ്റുള്ള ആൾക്കാർ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് അയ്യോ അവരെന്താണ് വിചാരിച്ചിട്ടുണ്ടാവുക, നാണക്കേടായല്ലോ, ഞാൻ ആകെ ചമ്മി നാറിയല്ലോ. ഇനി നിങ്ങൾ പറ, നിങ്ങൾ ശരിക്കും ചമ്മി നാറുന്നുണ്ടോ? അവർ നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ആരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. എല്ലാവരും 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ അവരത് മറന്ന് അവരവരുടെ ലൈഫിലേക്ക് തിരിച്ചു പോവാണ്. പക്ഷെ നിങ്ങളാണ് വീണതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് നാണക്കേട് ഫീൽ ചെയ്യുന്നു, നിങ്ങളാണ് അതിൽ ചിന്തിച്ച് ജീവിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവാം, എന്താണ് സ്പോട്ട് ലൈറ്റ് ഇഫക്ട്, എന്താണ് ഈഗോ സെൻട്രിക് തോട്ട്സ്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ആ കുട്ടിയുണ്ട്. നമ്മളെല്ലാം എവിടെയോ സ്റ്റക്ക് ആയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം നമ്മളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. വേറെ ആൾക്കാരുടെ തോട്ട്സ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളുടെ തോട്ട്സിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കുന്നത് അവർ നമ്മളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിളും വെച്ച് ഇപ്പൊ നിങ്ങൾ കേട്ടു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. പക്ഷെ അതിപ്പോഴും ഫുള്ളി നിങ്ങളുടെ ഉള്ളിലേക്ക്, അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴും അക്സെപ്റ്റഡ് ആയിട്ടില്ല. അത് അക്സെപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കേട്ട കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ എക്സാമ്പിളും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ എക്സാമ്പിൾ കേട്ടതിന് ശേഷം അതിനെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കണം. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് ചിന്തിക്കണം. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ പഠിക്കും. അപ്പൊ പതുക്കെ നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാവാൻ തുടങ്ങും. അടുത്ത കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ വീഡിയോ ഇറങ്ങുന്നത് വരെയെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പറഞ്ഞ വീഡിയോസിലുള്ള ഓരോ കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക. വെറുതെ ചിന്തിച്ചാൽ പോരാ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്താണ് ചിന്തിച്ചത്? ചുറ്റുപാടുള്ള ആൾക്കാർ എന്തായിരിക്കും ശരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ? അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ പതുക്കെ പഠിക്കുന്നതും, അപ്പൊ നിങ്ങളുടെ പേടിയും അതുപോലെ തന്നെ ഷൈനസ് ഒക്കെ പതുക്കെ മാറുന്നതും നിങ്ങൾ കാണാൻ തുടങ്ങും. ഒറ്റയടിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് അല്ല നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്, സമയമെടുക്കും, പക്ഷെ ഉറപ്പായിട്ട് മാറും. ഇനി ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞ ഒരു വലിയ കോട്ട്, അതിതാണ്: വി സഫർ മോർ ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി. അതായത് നമ്മൾ കൂടുതലും സഫർ ചെയ്യുന്നത്, വിഷമിക്കുന്നത്, കഷ്ടപ്പെടുന്നതെല്ലാം ഇമാജിനേഷനിലാണ്, ശരിക്കും റിയാലിറ്റിയിലല്ല. ആ വീണ ആളുടെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. ഭാഗ്യം, ആരും കണ്ടില്ല, എന്നാൽ നമുക്കൊരു സന്തോഷം കിട്ടും. ഇനി ആരെങ്കിലും കണ്ടാലോ, അയ്യോ എല്ലാരും കണ്ടു, ആകെ നാണക്കേടായി. ശരിക്കും നാണക്കേടായോ? ചിന്തിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. അതാണ് സെൽഫ് ലവ് സീരീസ്. കുറെ ആൾക്കാരും സെൽഫ് ലവ് സീരീസിനെ പറ്റി എന്നോട് കമന്റിലൂടെയും മെസ്സേജിലൂടെയൊക്കെ ചോദിച്ചിരുന്നു. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടി ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മനസ്സിലാക്കാൻ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സീരീസ് ആയിരിക്കും അത്. സോ ഗെറ്റ് റെഡി ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കമന്റുകൾ വായിക്കാറുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ വീഡിയോയിലൂടെ തരാറുമുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.